നമസ്കാരം, ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിനെ കുറിച്ചാണ്, അല്ലേ? അല്ലെങ്കിൽ ഷുഗർ കമ്പനികളെ കുറിച്ചാണ്. ബിക്കോസ് രണ്ട് കമ്പനികൾ ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറും മറ്റൊന്ന് വേറൊരു കമ്പനി, ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, റൈറ്റ്? അങ്ങനെ രണ്ട് കമ്പനികൾ അനലൈസിംഗ് ആണ് നടത്താൻ പോകുന്നത്. അതിൽ തന്നെ ബിസിനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിന്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി. അതിനകത്ത് ബിസിനസ് വൈസ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും അതിനകത്ത് നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മറ്റുള്ള ഇപ്പോൾ വരുന്നേക്കുന്ന ന്യൂസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം, അല്ലേ? കാരണം നമ്മൾ എൻ്റെ ബൈയിങ് ലെവലിൽ നിന്നത് 45% മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിലെ വീഡിയോ വന്ന ആ സമയം തൊട്ട് അത് 38% മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ അവിടെ നിന്നാണ് അത് താഴേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് ആ ന്യൂസ് വന്നത്. അപ്പോൾ എന്താണ് ആ ന്യൂസ് എന്തൊക്കെയായിരുന്നു, കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റേ രണ്ടാമത്തെ കമ്പനി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? അപ്പോൾ അങ്ങനെ രണ്ട് കമ്പനികൾ നമ്മൾ നോക്കാം ഇന്ന്. ദെൻ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെയോ ഓപ്ഷൻസിൻ്റെയോ യാതൊരു കാര്യം സംസാരിക്കാറില്ല. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ആളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇൻ ദിസ് ചാനൽ ഐ ഡോണ്ട് ഡിസ്കസ് F&O. ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഐ എം എഗനിസ്റ്റ് ടു F&O. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും പിന്നെ അത് F&O ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക, ഒരു വട്ടമെങ്കിലും ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ഒരു ജേർണി മുമ്പോട്ട് കൊണ്ടുപോകാം. സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിനെ കുറിച്ചുള്ള വീഡിയോ ഇത് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കാം. നിങ്ങളിത് ഒരുപാട് വീഡിയോ ഇതിനകത്തുണ്ട്, പിന്നെ ഓരോന്ന് നോക്കുക. എല്ലാം നല്ലതല്ല. ഇപ്പോൾ കോഫി ഡേ നമ്മൾ ഞാൻ ചെയ്തതാണ്. അതിപ്പോൾ 28% പ്രോഫിറ്റിൽ ഈ സ്റ്റോക്ക് എനിക്ക് തന്നു, കോഫി ഡേ. ഓക്കെ, അദാനി വിൽമാറിലും ഇപ്പോൾ പ്രോഫിറ്റിലാണ് ഞാൻ. അതുപോലെ തന്നെ ഹാത്വേ ഡെൻ നെറ്റ്വർക്കിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ടൈഡ് വാട്ടർ പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എനിവേ കുറേ കാര്യങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോ റിവ്യൂ നമുക്കൊന്നും ചെയ്യാം. ഞാനപ്പോൾ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ ഉണ്ട് വീഡിയോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 6th ഒക്ടോബറിനാണ് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്തത്. 6th ഒക്ടോബർ കേട്ടോ. ഇത് എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ലൈനിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതാണ് ഡേറ്റ്, 6th ഒക്ടോബർ അല്ലേ? 5th ഒക്ടോബർ, നോ പ്രോബ്ലം. അപ്പോൾ അവിടെ തൊട്ടിട്ട് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതാണ് നമ്മുടെ ഡേറ്റ്. ആ സ്റ്റോക്ക് അവിടെ നിന്ന് പിന്നെ 38% മേലേക്ക് പോയായിരുന്നു. ആ നമ്മുടെ ബൈയിങ് ലെവലിൽ നിന്ന് 38% മേലേക്ക് സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേർക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രം പോരാ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെ നിൽക്കണം. കാരണം ഞാൻ ആരോടും വാങ്ങിക്കാനും പറഞ്ഞിട്ടില്ല, വിൽക്കാനും പറഞ്ഞിട്ടില്ല, റൈറ്റ്? അപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ മേലേക്ക് പോയി. എന്നിട്ട് ഇവിടെ നിന്ന് തൊട്ട് സ്റ്റോക്ക് താഴേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഈ ഒരു ഡേറ്റ് തൊട്ടിട്ട് പഴയെന്ന് പറഞ്ഞ സ്റ്റോക്ക് പെട്ടെന്ന് താഴേക്ക് വന്നു, അല്ലേ? ഇവിടെ തൊട്ട് ഈ ഡേറ്റ് തൊട്ടിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നു സ്റ്റോക്ക്. അപ്പോൾ അത് ഏതാണ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് ഡേറ്റ് പിന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ 4th ഡിസംബർ 5th ഡിസംബറിലാണ് താഴേക്ക് വരാൻ തുടങ്ങിയത്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിന്റെ ബിസിനസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ, ബിസിനസ്, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ മൂന്നും അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ആ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ വരും. അപ്പോൾ ഈ റീസൺ നമുക്ക് നോക്കണം, അല്ലേ? ഈ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരാനുള്ള റീസൺ എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം, റൈറ്റ്? അതിന്റെ റീസൺ ഞാനിവിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ന്യൂസ് നോക്കുമ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ബാൻസ് യൂസ് ഓഫ് ഷുഗർ കെയിൻ ജ്യൂസ്, ഷുഗർ സിറപ്പ് ഫോർ എഥനോൾ മേക്കിംഗ് ഇൻ 2023-24 സപ്ലൈ ഇയർ. ഇതാണ് ന്യൂസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹെഡ്ലൈൻ. താഴെ ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടും വായിച്ചു നോക്കിയപ്പോൾ അവിടെ താഴെ നമ്മളുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അമിത്ഷാ എന്ന് പറയുന്ന പേരൊക്കെ നമ്മളവിടെ കണ്ടു. അപ്പോൾ ഇതൊരു ട്രൂ ആയിട്ടുള്ള ന്യൂസ് ആണെന്ന് എനിക്ക് മനസ്സിലായി, റൈറ്റ്? അതൊരു കാര്യം. അപ്പോൾ ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് 2020 ഇത് ഈ ന്യൂസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, 2023-24 ഈ ന്യൂസ് പിന്നെ എന്ന് വെച്ചാൽ ഈ എഥനോൾ ബ്ലെൻഡിങ് പാടില്ല എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? ഇതാണ് റീസൺ. ഓക്കെ, അപ്പോൾ 2023 to 2024 ഫിനാൻഷ്യൽ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതെപ്പോഴാണ് തീരാൻ പോകുന്നത്? ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന മാർച്ച് ആകുമ്പോഴത്തേനും തീരുമല്ലോ, റൈറ്റ്? ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? ഓക്കെ, ആ ന്യൂസ് വന്ന അതേ ദിവസം ഞാൻ ചാർട്ടിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേ ദിവസം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ, ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് യു ആർ വെൽക്കം ടു ജോയിൻ ദിസ് ഗ്രൂപ്പ്. ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം, അതും ഫ്രീ ആണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്
എന്താണ് ഫ്രം മൈ ബൈങ് ലെവൽ 45% സ്റ്റോക്ക് വെൻഡ് അപ്പ് സ്റ്റിൽ. ഇങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഐ ആം നോട്ട് വറിയിങ്. ഓക്കെ, അക്കോർഡിംഗ് ടു മീ ദ ഇമ്പാക്ട് ഓഫ് ദിസ് ന്യൂസ് വിൽ ബി ടെമ്പററി ഓൺ ഷുഗർ കമ്പനീസ്. ദിസ് കൈൻഡ് ഓഫ് significant fall in sugar stock can be seen as a buying opportunity for me, not a buy or sell recommendation. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. ഐ വിൽ നോട്ട് സെൽ മൈ ഹോൾഡിംഗ്. ഇത് ഞാൻ അന്നത്തെ ദിവസം പറഞ്ഞതാണ്, ന്യൂസ് വന്ന ദിവസം പറഞ്ഞതാണ്. ഓക്കെ, ബിക്കോസ് മൈ ടാർഗറ്റ് ഇസ് സ്റ്റിൽ നോട്ട് അച്ചീവ്ഡ്, സോ ഐ വിൽ ഹോൾഡ് അപ് ടു മൈ ടാർഗറ്റ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കേസിലൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോ അനലൈസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്ഥലത്ത് ഗവൺമെന്റ് പിന്നെ എന്താ പറയുക, എഥനോൾ ബ്ലെൻഡിങ് കാറുകൾ എങ്ങനെ പുഷ് ചെയ്യണം മാർക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. The government had previously announced that E20 fuel, 20% ethanol, 80% petrol will have a pan-India presence by 2025. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ, അപ്പോൾ എഥനോൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഷുഗർ വേണം അല്ലേ, ഷുഗർ ക്യാൻ വേണം. അപ്പോൾ ഇങ്ങനത്തെ എഥനോൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ന്യൂസിന് എത്രത്തോളം പിന്നെ പ്രശ്നം വരാനുണ്ട്. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പിന്നെ ഗവൺമെന്റ് എടുത്ത തീരുമാനം ആയിരിക്കില്ല. ഇതിന് കാരണങ്ങളുണ്ട്, റൈറ്റ്? എന്താണ് കാരണം എന്ന് പറയുന്നത്? ഇപ്പോൾ ഷുഗറിന്റെ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? 1 ഇയർ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ടോ, ഷുഗർ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി ഇതിങ്ങനെ ഹൈപ്പിലെത്തി 28 എത്തിയായിരുന്നു. ഓക്കെ, 28 എത്തിയായിരുന്നു ഷുഗറിന്റെ പ്രൈസ്, റൈറ്റ്? ഇതിനെ താഴേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷുഗറിന്റെ പ്രൈസ് കൂടി പോകുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മേജർ ആയിട്ടുള്ള ഷുഗർ കമ്പനികളുടെയും ഇൻവെന്ററി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാം, ഇൻവെന്ററി ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് ഡ്രാസ്റ്റിക്കലായിട്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ 3010 വരെ പോയതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ഗവൺമെന്റ് പറയുന്നത് നമുക്ക് എഥനോളിന് വേണ്ടിയിട്ട് കൂടുതൽ സംഭവം ഇത് പ്രൊഡക്ഷൻ ചെയ്യേണ്ടി വരും അല്ലേ, ഏറ്റവും കൂടുതൽ മിക്സ് ഉള്ള ഇത് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ എന്തായി, ഷുഗറിന്റെ ഇൻവെന്ററി ഇവരുടെ പിന്നെ ഇതിൽ കുറയാൻ തുടങ്ങി. ഷുഗറിന്റെ ഇൻവെന്ററി ഓരോ കമ്പനികളുടെയും പിന്നെ അക്കൗണ്ടിൽ കുറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ സ്റ്റോക്ക് കുറവാണ്, അവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന മൊത്തം എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു തടയിടുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഡ്രാസ്റ്റിക്കലി ഇത് കണ്ടില്ലേ, ഇവിടെ ഷുഗറിന്റെ ഇൻവെന്ററി കുറഞ്ഞു വന്നേക്കുക താഴേക്ക്. ഇവിടെ 3000 എന്നുള്ളത് ഇവിടെ കുറഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? ഇവിടെ 691 എന്ന ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഇവിടെ നിന്ന് 3000 നിന്ന് 691 വരെ എത്തി. ഇൻവെന്ററി വളരെ കുറഞ്ഞു, റൈറ്റ്? അപ്പൊ ഇങ്ങനെ ഇൻവെന്ററി കുറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇൻവെന്ററി കുറയുമ്പോൾ എന്താവും? ഇൻവെന്ററി കുറയുമ്പോൾ എന്ന് വെച്ചാൽ ഷുഗർ കമ്പനികളുടെ അടുത്ത് മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ള ഷുഗർ കുറവാണെന്നാണ് അതിനർത്ഥം അല്ലേ. അവരുടെ അടുത്ത് അത്രയും സ്റ്റോക്ക് ഇല്ല. അങ്ങനെ സ്റ്റോക്ക് ഇല്ലാണ്ട് വരുമ്പോൾ എന്താവും? അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഷുഗറിന്റെ പ്രൈസ് കൂടും. ഓക്കെ, അപ്പൊ ഷുഗറിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താവും? അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് വാങ്ങിച്ചുപയോഗിക്കുന്ന ആൾക്കാർ എവിടെയൊക്കെയാ ഉള്ളത്? എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ 2024 ഇലക്ഷന്റെ ഡാറ്റ ഞാൻ നോക്കുകയാണ് ഇവിടെ. അപ്പൊ ഇലക്ഷൻ എപ്പോഴാണ് ഇനി? ജനറൽ ഇലക്ഷൻ എപ്പോഴാണ് ഇനി വരാൻ പോകുന്നത്? ഏപ്രിൽ 2024 ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒറീസ, സിക്കിം എല്ലാ ഭാഗത്തും, പിന്നെ അതേപോലെ തന്നെ ജമ്മു, അതേപോലെ തന്നെ ഒക്ടോബർ 2024 പിന്നെന്താണ് അടുത്ത ഇലക്ഷൻ ഉണ്ട് ഹരിയാനയിൽ. അങ്ങനെ ഇലക്ഷന്റെ പ്ലാൻസ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ അടുത്തടുത്ത് ഇനിയിപ്പം 2-3 മാസം കൂടെ ഉള്ളൂ അല്ലെ, 3-4 മാസം കൂടെ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റിന് ഇത് ഇങ്ങനത്തെ പിന്നെ സ്ഥലങ്ങളിൽ പോയി ഇലക്ഷൻ ചെയ്യണം, BJP പാർട്ടിക്ക് അവിടെ വിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഷുഗർ പ്രൈസിനെ കുറയ്ക്കേണ്ടത് അത്യാവശ്യമല്ലേ. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനികളോട് പറയണം, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാവും. അങ്ങനെ പണിയാക്കണമെങ്കിൽ ഞങ്ങൾക്ക് പണിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പണിയാവും. പിന്നെ അങ്ങനെ പണിയാക്കണ്ടെന്നാണെങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ കൂട്ടുക, എന്നിട്ട് പ്രൈസ് കുറയ്ക്കുക. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് മാസങ്ങളിലേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ അത് കൂൾ ഓഫ് ആവും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫാർമേഴ്സിന്റെ പോർട്ടലിന്റെ ഡാറ്റ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എത്ര ഫാർമേഴ്സ് ഉണ്ട് ഷുഗർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാർമേഴ്സ് മാത്രം 10 ലക്ഷം ആൾക്കാരുണ്ട്. 10 ലക്ഷം വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, 10 ലക്ഷം വോട്ട് ഗവൺമെന്റിന്റെയാണ്. ഈ 10 ലക്ഷം വോട്ട് ഇവരുടെ നിന്ന് വാങ്ങണമെങ്കിൽ അവർക്ക് പിന്നെ ഈ ഫാർമേഴ്സിന് നല്ല രീതിയിൽ അവർ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ആയാലും ആയിക്കോട്ടെ, അവർക്ക് ദേ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ദേ ഡിഡ് ഇൻ ദ ഡെവലപ്മെന്റ്സ്, റൈറ്റ്? എത്ര ബ്രിഡ്ജ് അവരുണ്ടാക്കി, എത്ര പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത്, അതൊന്നും അവർക്ക് വിഷയമില്ല. അവരുടെ വിഷയം എന്താണ്? ഞങ്ങൾ ഉണ്ടാക്കുന്ന കരിമ്പ് നല്ല പ്രൈസിന് ആൾക്കാർ വാങ്ങിക്കണം, അതാണ് അവരുടെ ഡിമാൻഡ്. ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ ഷുഗർ കമ്പനീസ് അങ്ങനെ ഇപ്പോൾ ഇവരുടെ അടുത്ത് ഇത് പിന്നെയും വാങ്ങിക്കാൻ തുടങ്ങും അല്ലേ? ഈ ഫാർമേഴ്സിൻ്റെ അടുത്ത് പിന്നെയും നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ പിന്നെയും മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് കുറയാനും തുടങ്ങും, റൈറ്റ്? കുറച്ച് കഴിയുമ്പോൾ ഇത് കൂൾ ഓഫ് ആകുമ്പോൾ പിന്നെയും എഥനോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ വേറെ ന്യൂസ് വരും. ഓക്കെ, എന്താണ് ന്യൂസ് വരിക? ഷുഗർ കമ്പനി ഗവൺമെന്റ് ഷുഗർ കമ്പനികളോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ പിന്നെ എന്താ പറയുക, ഷുഗർ കുറവ് പ്രൊഡക്ഷൻ ചെയ്യാൻ പാടുള്ളൂ, എഥനോൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണം. അപ്പൊ ഒരു ന്യൂസ് വരും. എന്ത് വരും? ഗവൺമെന്റ് ബാൻ ഷുഗർ ഇൻ ഇന്ത്യ. അപ്പൊ നിങ്ങളൊക്കെ പിന്നെയും ഞെട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഞെട്ടാതിരിക്കാനാണ് ഞാൻ പിന്നെ ഇപ്പൊ തന്നെ പറയുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നൊരു ന്യൂസും കൂടെ വന്നു. എന്താ ന്യൂസ് വന്നത്? സെൻട്രൽ ബാൻ ഓൺ എഥനോൾ ഫ്രം ഷുഗർ കെയിൻ ജ്യൂസ് സഡൻ, അല്ലേ? അമിത്ഷാ ഹാസ് അഷ്വേർഡ് ഓഫ് സൊല്യൂഷൻ ഇൻ 2 days. അജിത് പവാറിന്റെ വാക്കുകളാണ്, അല്ലേ? ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് 2 ദിവസങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം റെഡിയാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഈ ഒരു കാര്യം നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ന്യൂസ് വന്നു. എന്താണ് വന്നത്? ദ എക്കണോമിക് ടൈംസ് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ലിഫ്റ്റ് ബാൻ ഓൺ യൂസ് ഓഫ് ഷുഗർ കെയിൻ ടു പ്രൊഡ്യൂസ് എഥനോൾ, ബിഗ് റിലീഫ് ടു ഷുഗർ മിൽസ്. ഗഡ്കരി സാറിന്റെ ഒരു ഇന്റർവ്യൂ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്തൊക്കെയാണത് അദ്ദേഹം ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാൻ ആയി പോകും. ഞാൻ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? No, now actually the abrupt decision of cancellation of that has been reversed. അപ്പൊ എന്താ സംഭവിച്ചത്? ആ ന്യൂസും കഴിഞ്ഞു. ആ ന്യൂസ് കഴിഞ്ഞപ്പോ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടാണോ ഞാൻ ആ സംഭവം ഉണ്ടായപ്പോ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം. അപ്പൊ എത്രയോ ആൾക്കാരപ്പൊ വിറ്റുപോയി. ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? ഇവിടുന്നാണ് ന്യൂസ് വരുന്നത്. ഇവിടുന്ന് ന്യൂസ് വന്നു, എന്ത് ഫാസ്റ്റിലാണ് മാർക്കറ്റ് താഴേക്ക് വീഴുന്നതെന്ന് ആലോചിച്ച് നോക്കണം, റൈറ്റ്? ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്റ്റോക്ക് മേലേക്ക് പോകാൻ തുടങ്ങി. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചേഞ്ച് ചെയ്യാറില്ല. ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാർഗറ്റ് തന്നെയാണ്, പിന്നെ അതിൽ യാതൊരു മാറ്റവും ഞാൻ കൊണ്ടുവരാറില്ല. എന്താണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്? മൈ ടാർഗറ്റ് ഇസ് ദിസ് ടെക്നിക്കൽ ടാർഗറ്റ്, ദാറ്റ് ഈസ് 45 rupees. 45 rupees എത്തുമ്പോഴേ ഞാൻ ഈ സ്റ്റോക്കിനെ വിൽക്കുകയുള്ളൂ. അതുവരെ ഞാൻ ഇതിനെ ഹോൾഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതേ രീതിയിലുള്ള ഇതിനേക്കാളും നല്ല രീതിയിലാണ് ഞാൻ എൻ്റെ കോഴ്സിൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഈ ഇതാണ് എൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ടെസ്റ്റിമോണിയലിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇതുവരെ അവർ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഇട്ടേക്കുന്ന കമൻറ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓരോരുത്തരും നല്ല രീതിയിൽ എന്താ പറയുക, അവർക്ക് എന്തൊക്കെ ഗുണം കിട്ടി എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഒരു 19ഓളം ടെസ്റ്റിമോണിയൽസ് ഇപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളുക. നോക്കിയിട്ട് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഡിസംബർ കഴിയുന്നത് വരെ ഒരു ഓഫർ ഉണ്ട്. ആ ഓഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള സമയം. ആ റൈറ്റ് ആയിട്ടുള്ള സമയത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഞാൻ 12,000 ആണ് വെച്ചേക്കുന്നത്. അതിപ്പോൾ 7,000 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുകൂടാതെ കോഴ്സിനകത്ത് ഇപ്പോൾ ഞാൻ 2 വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ അതിനകത്ത് 14 വീഡിയോസ് ഉണ്ട്. പ്ലസ് ഒരു ബോണസ് വീഡിയോയും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന പൊന്നി ഷുഗർ എന്ന് പറയുന്ന കമ്പനി, അല്ലേ? അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഇത് നമ്മളുടെ റഡാറിലുണ്ട്, പിന്നെ അതും കൂടെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പൊന്നി ഷുഗറിനെ കുറിച്ചിട്ട് ഇന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പൊന്നി ഷുഗറും എന്താണ് സംഭവം? ഷുഗർ കമ്പനി തന്നെയാണ്, അല്ലേ? ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ പോലെ തന്നെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന വേറൊരു കമ്പനിയാണ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്, പൊന്നി ഷുഗർ. ഓക്കെ, അപ്പോൾ പൊന്നി ഷുഗറിൽ പിന്നെ ഇതേപോലെ തന്നെ മുകളിലേക്ക് പോയി അതേ ബജാജ് ഷുഗർ ഇൻവെസ്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇതിനകത്ത്. പക്ഷേ പിന്നെ ആ സമയത്ത് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി പിന്നെയും താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അത് ബൈങ് റേഞ്ചിൽ എത്തി. അപ്പൊ വിചാരിച്ചു ഇതിന്റെ കൂടെ അവൻ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിന്റെ ബിസിനസ് അനലൈസിങ് വീഡിയോ കാണേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് കണ്ടാൽ പിന്നെ നമുക്ക് ഈ പൊന്നി ഷുഗറിന്റെ ബിസിനസ്സുമായിട്ട് യാതൊരു വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ബിസിനസ് സെയിം ആണ്. അപ്പോൾ പൊന്നി ഷുഗറിന്റെ ബിസിനസ്സും അത് തന്നെയാണ്. ഞാൻ അതിനെ ചൂസ് ചെയ്തിട്ട് നല്ല ബിസിനസ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ നോക്കേണ്ടത് ഇതിനകത്ത്? പൊന്നി ഷുഗറിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണുള്ളത്, ഇതിന്റെ ഫിനാൻഷ്യൽസ് ആണ് നോക്കേണ്ടത്. കാരണം ബിസിനസ് നമ്മൾ നോക്കാൻ പോകുന്നില്ല. ബിസിനസ് സെയിം ബിസിനസ് തന്നെയാണ്. കപ്പാസിറ്റി ഓൾമോസ്റ്റ് കുറച്ച് കുറവാണ്, പക്ഷെ കുഴപ്പമില്ല. അതേ കപ്പാസിറ്റിയിൽ ഉള്ള ഒരു കമ്പനിയാണ് പൊന്നി ഷുഗർ. പൊന്നി ഷുഗറിന്റെ അതേപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് പിന്നെ 344 crore കമ്പനിയാണ് മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, ഇതൊരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ നോക്കാനുള്ളത് എന്താണ്? ഇവിടെ പിന്നെ ഡെപ്റ്റ് ഉണ്ടോ ഈ കമ്പനിക്ക്? ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്, കടമില്ലാത്ത കമ്പനിയാണ് പൊന്നി ഷുഗർ. ഓക്കെ, 0% കടമുള്ള കമ്പനിയാണ് പൊന്നി ഷുഗർ, 0 crore.
പിന്നെ പൊന്നി ഷുഗറിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ 42% പ്രൊമോട്ടറിന്റെ കയ്യിലുണ്ട് അല്ലേ, 22% FIIs, 0.05% DIIs, പബ്ലിക്കിനടുത്ത് 34% ഉണ്ട് അല്ലേ. അപ്പൊ പബ്ലിക്കിന്റെ കയ്യിലുള്ള 34% പബ്ലിക്കിന്റെ അടുത്ത് തന്നെയാണുള്ളത്. ടോട്ടൽ പബ്ലിക്കിന്റെ കയ്യിൽ തന്നെയാണുള്ളത് 34% ഈ സ്റ്റോക്കിന്റെ പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നല്ല ആൾക്കാരുടെ കയ്യിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൊന്നി ഷുഗറിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, 344 crore എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഈ പൊന്നി ഷുഗറിന്റെ 344 crore ഇവരുടെ പ്രൊമോട്ടറിന്റെ അടുത്ത് ഈ 42% എന്ന് പറയുന്നതിൽ ശേഷായി പേപ്പർ എങ്ങനെയാ വന്നത് ഇവിടെ? അപ്പൊ ശേഷായി പേപ്പറിന്റെ പ്രൊമോട്ടർ ആരാണ്? പൊന്നി ഷുഗർ ആണ്. ഓക്കെ, പൊന്നി ഷുഗർ ലിമിറ്റഡ് ആണ് പ്രൊമോട്ടർ. അപ്പോൾ പിന്നെ പ്രൊമോട്ടറിന്റെ അടുത്ത് എത്ര ശതമാനം ഉണ്ട്? 14% ഇതിന്റെ ഉണ്ട്. അപ്പൊ ഈ ശേഷായി പേപ്പർ എന്ന് പറയുന്ന കമ്പനി എത്ര മാർക്കറ്റ് ക്യാപ്പാണ്? 2217 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ശേഷായി പേപ്പർ. അപ്പൊ ഈ 2217 കോടി രൂപന്റെ 14% എത്രയാണത്? 310 crore അല്ലെ. 310 crore ഉള്ള അത്രയും ഷെയർസ് ആരുടെ അടുത്തിരിക്കുകയാണ്? നമ്മുടെ പൊന്നി ഷുഗറിന് അടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം. രണ്ടാമതായിട്ട് പൊന്നി ഷുഗറിന്റെ വേറെ എവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഹൈ എനർജി ബാറ്ററി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതിനകത്ത് 5.58% അവരുടെ ഉണ്ട് അല്ലേ. അപ്പോൾ 14% ശേഷായി പേപ്പറിലും 5.58 ഹൈ എനർജി ബാറ്ററിയിലാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഹൈ എനർജി ബാറ്ററിന്റെ പിന്നെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 508 കോടി രൂപയാണ്. അപ്പൊ 508 കോടി രൂപേന്റെ 5.5% എത്രയാണ്? 27 കോടി രൂപയാണ്. അപ്പൊ 27 കോടി രൂപ ഇതും വന്നു അല്ലെ. 27 കോടി രൂപ പ്ലസ് പിന്നെ വന്നത് എന്താണ്? 310 അല്ലേ, നേരത്തെ നമ്മൾ കണ്ടത് 310 കോടി രൂപേന്റെ മറ്റേ കമ്പനി. അപ്പൊ മറ്റേ ശേഷായി പേപ്പറിലുള്ള ഷെയർസ്, റൈറ്റ്. അപ്പൊ 310ഉം 27 337 കോടി രൂപ ഇത് തന്നെയാണ് അല്ലെ. 337 കോടി രൂപ ഈക്വൽ ആയിട്ടുള്ള ഷെയർസ് പൊന്നി ഷുഗറിന്റെ ഈ രണ്ട് കമ്പനികളിലും ഉണ്ടെന്നാണ് അതിനർത്ഥം അല്ലെ. അപ്പൊ ഈ രണ്ട് കമ്പനികളിൽ 337 കോടി രൂപേന്റെ ഷെയർസ് ഈക്വൽ ആയിട്ട് അവരുടെ അടുത്തുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഈ 334 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള പൊന്നി ഷുഗർ എന്ന് പറയുന്ന ഈ കമ്പനി ആക്ച്വലി ഈ ഇവരുടെ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മാർക്കറ്റ് ക്യാപ്പിനോട് പിന്നെ അത്രയും ഈക്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇപ്പൊ അത്രയുണ്ട് ആ രണ്ട് കമ്പനികളുടെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ. കറക്റ്റ്, ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടുത്തുള്ള ഈ മെഷീനറീസ്, ഇവരുടെ അടുത്തുള്ള ബാക്കിയുള്ള ഈ സംഭവങ്ങൾ, ഇവരുടെ അടുത്തുള്ള ഫാക്ടറീസ്, ഇവരുടെ അടുത്തുള്ള ബാക്കിയുള്ള പിന്നെ എന്താണ് അസറ്റ്സ് അല്ലെ, ഇത്രയും വലിയ ഫാക്ടറീസ് അല്ലെ, ഇത്രയും ഇത് കണ്ടില്ലേ ഇവരുടെ ഫാക്ടറിയാണിത് തമിഴ്നാട്ടിലുള്ള. അതിൽ തന്നെ ഈ ട്രാക്ടറുകളിൽ ഫാർമേഴ്സ് കൊണ്ടുവരുന്നതാണ് ഇവിടേക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്, ഇവർ വാങ്ങിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വരുന്നതാണ് ഇവിടെ. അപ്പൊ ഇതുപോലത്തെ വലിയ വലിയ ഫാക്ടറികൾ ഇതൊക്കെ നമ്മൾ നോക്കി. അപ്പം ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ആയിട്ട് കൂടി ഇവരുടെ മാർക്കറ്റ് ക്യാപ്പിന് ഈക്വലായിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഇത്രയും സേഫ്റ്റി ആയിട്ടുള്ള വേറെ കമ്പനി എനിക്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. ഇത് ഇത്രയും സൂപ്പർവായിട്ടുള്ള കമ്പനിയാണ് പൊന്നി ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. നിങ്ങൾ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിന്റെ ബിസിനസിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഫുൾ ഞാൻ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ 78 കോടി, അതേപോലെ തന്നെ പിന്നെ 90 കോടി ഇവിടെ സെപ്റ്റംബർ 2021. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ നോക്കണം ക്വാർട്ടർലി റിസൾട്ടിനെ. അപ്പോൾ 78 കോടി രൂപ, 90 കോടി രൂപ, 150 കോടി രൂപ, 128 കോടി രൂപ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ബിസിനസ്സിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 12, 13, 22, 15. അപ്പോൾ കൺസിസ്റ്റന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ ഇതിന് മുമ്പോട്ട് പോകുകയും ചെയ്യും. ഓക്കെ, ഇൻവെന്ററി ഇവിടെ ഉണ്ടായിരുന്ന ഇൻവെന്ററി 83 കോടി രൂപയിൽ നിന്ന് പിന്നെ 83 എന്ന ഇൻവെന്ററി ഫിഗർ 48 കോടി രൂപന്റെ ഇൻവെന്ററി ഫിഗർ ആയിട്ട് മാറി. അപ്പൊ കുറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. ഓക്കെ, അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കേസ് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇങ്ങനെ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് 269 കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ 427 കോടി രൂപ ട്രെയിലിംഗ് 12 മന്തിലുണ്ട്. എന്ന് വെച്ചാൽ 435 കോടി രൂപ ഹയസ്റ്റ് എവർ ആയിരുന്നു. ട്രെയിലിംഗ് 12 മന്തിൽ തന്നെ 427 കോടി രൂപന്റെ സെയിൽസ് അവർക്കുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 18 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയായിരുന്നു ഹയസ്റ്റ് എവർ. അതിനകത്ത് നിന്ന് 36 കോടി രൂപ ഇപ്പോൾ ട്രെയിലിംഗ് 12 മന്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു ബോറോയിങ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. 0 ബോറോയിങ് ഉള്ള കമ്പനിയാണ്. ഇത്രയും സൂപ്പർ ആയിട്ടുള്ള വേറെ സംഭവം വേറെ ഇല്ല. ഓക്കെ, 0 ബോറോയിങ് ആണ്. ദാറ്റ് മീൻസ് കമ്പനി നോസ് ഹൗ ടു ഡു ദ ബിസിനസ്. പിന്നെ റിസർവിൽ അവരുടെ അടുത്ത് സ്വന്തം പൈസ 586 കോടി രൂപ ഉണ്ട്. ഇറ്റ്സ് എ വെരി പവർഫുൾ തിങ് ആക്ച്വലി. ഓക്കെ, പിന്നെ അവരുടെ ഫിക്സഡ് അസറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 118 കോടി രൂപേൻ്റെ ഫിക്സഡ് അസറ്റ് അവരുടെ അടുത്തുണ്ട്. ഓക്കെ തന്നെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. ടെക്നിക്കലായിട്ട് ഇനി നമ്മൾ നോക്കണ്ടേ, നമ്മൾ ബിസിനസ് നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കി. നിങ്ങൾ ബജാജ് ഷുഗറിന്റെ വീഡിയോ കാണുക, ബിസിനസ് മനസ്സിലാക്കുക. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം.
എന്നിട്ട് ബാക്കി ഈ വീഡിയോ അതിൻ്റെ ഫണ്ടമെന്റൽസ് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ടെക്നിക്കലാണ് ഇനി നോക്കാൻ പോകുന്നത്. ടെക്നിക്കലിൽ നമുക്കിനി നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിൻ്റെ ഫോർമേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ബ്രേക്ക്ഔട്ട് ആയിട്ട് മേലേക്ക് പോയിട്ടുണ്ട്. സെയിം ന്യൂസ് കൊണ്ട് ഈ സംഭവം താഴേക്ക് വന്നു. ന്യൂസ് ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആക്കി, നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് നോക്കേണ്ട എന്താണ്, ഇതിൻ്റെ ടാർഗറ്റ് എന്താണ്? ടാർഗറ്റ് സെയിം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് വരക്കേണ്ടതെന്നൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസ് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ വന്ന് നോക്കിക്കൊള്ളുക. അവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 669 എന്ന നമ്പറാണ് എനിക്കുള്ളത്. 669 എന്ന ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ഉള്ള അതിൻ്റെ കറക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് 669 വരെ പോകുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് 77% എനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നോട്ട് അറ്റ് ഓൾ എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഇസ് മൈ പേഴ്സണൽ വ്യൂ. ഓക്കെ, നിങ്ങൾക്ക് വാങ്ങാം, വാങ്ങാതിരിക്കാം, റിസർച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പഠിക്കുക എന്നുള്ളതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.